Hi students, today we will discuss the control signals available in 8051. Oh, we can check what are the control signals available in 8051. In 8051 there are three control pins. They are external access EA, ALE, address latch enable, and PSEN, program store enable. So these are the three control signals, control pins available in 8051. Using this pin, we can control some operations of 8051. Next, we can check the details about these signals. First, ALE, address latch enable. We already this semester last semester what is ALE, address latch enable. In 8051, most of the pins are multifunctioned. Multifunction means more than one functions can be performed using a single pin. For example, 31 to, we can check, 31 to 39 to 31, 31 to 33. Here 32, consider, while considering pin number 32, P07, AD7. The two functions are actually performed. First one is port 0, 7th pin of port 0, and address data 7. Address data 7. This 39 to 32 pin, varela pin, 8 pin. That is a multifunction. That is one function port 0. It acts as a port 0. And these pins are also used for multiplexed address and data bus. Multiplexed address and data bus is two functions. Either it can be used as lower order address or it may be used as data bus. Data bus aito lower order address bus aito endu അത് യൂസ് ചെയ്യും. അതാണ് മൾട്ടിപ്ലെക്സ്ഡ് ബസ് എന്നല്ല. അപ്പോൾ ഒരു പോർട്ട് നമ്മൾ പോർട്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പ്ലസ് മൾട്ടിപ്ലെക്സ്ഡ് ബസ്സുമായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം 3 ഫംഗ്ഷനായി. മൾട്ടിപ്ലെക്സ്ഡ് ബസ് എന്ന് പറഞ്ഞാൽ തന്നെ 2 ഫംഗ്ഷനാണ്. ഒന്ന് ലോവർ ഓർഡർ അഡ്രസ് ബസ്, സെക്കൻഡ് വൺ ഡാറ്റ ബസ്. അത് അങ്ങനെ തന്നെ 2 ബസ് ഫംഗ്ഷനായി. ആൻഡ് തേർഡ് ഫംഗ്ഷൻ ഈസ് പോർട്ട് 0. സോ 3 ഫംഗ്ഷനാണ് അതെന്ത് ചെയ്യുന്നത്, ഫുൾഫിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് അതിനെന്ത് പറയാം, നമുക്ക് അതിനെ മൾട്ടി ഫങ്ഷൻ്റെ ബസ്സാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ 32 to 39 ഇറ്റ്സ് എ മൾട്ടിപ്ലെക്സ്ഡ് ബസ്, ആൻഡ് 28 to 21 എന്ന് പറഞ്ഞാൽ ഹയർ ഓർഡർ അഡ്രസ് ബസ്. അത് പോർട്ട് 2 ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോർട്ട് 2ഉം പോർട്ട് 0 ആണ് അഡ്രസ് ആൻഡ് ഡാറ്റ ബസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പോർട്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പ്ലസ് അഡ്രസ് ആൻഡ് ഡാറ്റ ബസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അഡ്രസ് ആൻഡ് ഡാറ്റ ബസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 16 ലൈൻസാണ് അഡ്രസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, 8 ലൈൻസ് നമ്മൾ ഡാറ്റയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ 16 ലൈനും 8 ലൈനും കൂടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം ഈ എൻ്റയർ 24 ലൈൻസ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നു, 16 ലൈനായിട്ട് യൂസ് ചെയ്യുന്നു. എൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ അഡ്രസ്സും ഡാറ്റയും നമുക്ക് എന്ത് ചെയ്യേണ്ട, ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. സോ സെയിം ബസ് തന്നെ നമുക്ക് അഡ്രസ്സിന് വേണ്ടി യൂസ് ചെയ്യാം, ഡാറ്റയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാം. അപ്പം എൻ്റയർ 16 ലൈൻ നമ്മൾ അഡ്രസ്സിന് വേണ്ടി യൂസ് ചെയ്യും. ദെൻ അതിനകത്ത് ലോവർ ഓർഡർ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നു, ഡാറ്റ ബസ്സായിട്ട് യൂസ് ചെയ്യുന്നു. സോ ഹയർ ഓർഡർ അഡ്രസ് ബസ്, ദെൻ ലോവർ ഓർഡർ നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്രസ് ബസ്സായിട്ടും ലോവർ ഓർഡർ അഡ്രസ് ബസ്സായിട്ടും ഡാറ്റ ബസ്സായിട്ടും എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലെക്സ് ചെയ്യുന്നു. അപ്പോൾ ഈ എൻ്റയർ 16 ലൈൻസിനകത്തുള്ളത് അഡ്രസ്സാണോ ഡാറ്റയാണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ALE പിന്നാണ്. അപ്പോൾ അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറഞ്ഞാൽ അഡ്രസ് ലാച്ച് എനേബിൾ പിന്നെ ഹൈ ആവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എൻ്റയർ 16 ലൈൻ ഈസ് യൂസ്ഡ് ആസ് അഡ്രസ് ബസ്. Otherwise, the lower order 8-bit is used as data bus. അതാണ് ആക്ച്വലി ALE എന്ന് പറഞ്ഞാൽ പിന്നിൻ്റെ ഫംഗ്ഷൻ തന്നെ, അഡ്രസ് ബസ് അല്ലെങ്കിൽ ഡാറ്റ ബസ് ആയിട്ട്. കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ നമുക്ക് ഈ ഒരു ഫിഗറിനകത്ത് മനസ്സിലാവും. ഇവിടെ നോക്കിയാൽ നിങ്ങൾ AD0 to AD7, AD0 to AD7 ഇത് മൾട്ടിപ്ലെക്സ്ഡ് ബസ്സാണ്. ഇത് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യും, അഡ്രസ് ബസ്സായിട്ട് യൂസ് ചെയ്യും, ഡാറ്റ ബസ്സായിട്ട് യൂസ് ചെയ്യും. A8 to A15 ഇത് നമ്മൾ എന്തായിട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അഡ്രസ് ബസ്സായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ.
അപ്പം ഇത് ഹയർ ഓർഡർ 8-bit അഡ്രസ് ബസ്സാണ് ഇത് ലോവർ ഓർഡർ അഡ്രസ് ബസ്സാണ് ഇത് എപ്പോഴും ALE 1 ആവുന്ന സമയത്ത്. അപ്പോൾ ALE 1 ആവുന്ന സമയത്ത് നോക്കി, ALE 1 ആവുന്ന സമയത്ത് ഇവിടെ ലാച്ച് ചെയ്യും. ഈ റെഡ് കളറിൽ കാണുന്നത് ലാച്ചാണ്, അഡ്രസ് ലാച്ച്. ഈ അഡ്രസ് ലാച്ച് എന്ത് ചെയ്യും? ALE 1 ആവുകയാണെങ്കിൽ ഒരു ലാച്ചിനാണ് ഇൻപുട്ടിൽ വരുന്ന സാധനം എങ്ങോട്ടേക്ക് പോകും? ഔട്ട്പുട്ടിലേക്ക് പോകും. അഡ്രസ് ലാച്ച് എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ എനേബിൾ ചെയ്യുന്ന സമയത്ത്. ഇവിടെ ഹൈ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ടിൽ വരുന്ന എന്താണോ അത് എങ്ങോട്ടേക്ക് പോകും? ഔട്ട്പുട്ടിലേക്ക് പോകും. സോ ഈ എൻ്റെ 16 ലൈൻ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള 16 ലൈൻ എന്തായിരിക്കും? അഡ്രസ് ബസ്സായിട്ട് യൂസ് ചെയ്യും. ഡാറ്റ ബസ് ആകുന്ന സമയത്തോ ALE 0 ആകുന്ന സമയത്ത്, ALE ഇവിടെ 0 ആകുന്ന സമയത്ത് ഇതെന്ത് ചെയ്യില്ല? ഈ ലോവർ ഓർഡർ എന്ത് ചെയ്യില്ല? ലാച്ച് ചെയ്യില്ല. ആ ലോവർ ഓർഡർ എങ്ങോട്ടേക്ക് പോകും? ഇങ്ങനെ ഡാറ്റ ബസ്സിനകത്തേക്ക് പോകും. ഇനി ഡാറ്റ റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡാറ്റ ബസ് നമുക്കറിയാം ബൈഡയറക്ഷനാണ്. ഇങ്ങോട്ടേക്ക് ഇതേപോലെ റീഡ് ചെയ്തിട്ട് മൈക്രോ കൺട്രോളറിന് എന്ത് ചെയ്യാൻ പറ്റും? റീഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ദിസ് ഈസ് ദി മൾട്ടിപ്ലെക്സ്ഡ് ബസ്. ഇത് കൂടാതെ തന്നെ ഈ പിൻസിന് എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ട്? ഇത് പോർട്ട് 0 ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, മറ്റേത് പോർട്ട് 2 ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, ഇത് P2 ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ദി ഫങ്ഷൻ ഓഫ് ALE. അപ്പോൾ ALE ഹൈ ആവുകയാണെങ്കിൽ എന്തായിരിക്കും? അഡ്രസ് ബസ്സാണ്. ALE ലോ ആവുകയാണെങ്കിൽ എന്തായിരിക്കും? അത് ഡാറ്റ ബസ്സായിരിക്കും, ഡാറ്റയായിരിക്കും. So this is the function of ALE. ALEയുടെ ഫങ്ഷൻ ആക്ച്വലി ഇതാണ്. ഇനി ഒരു മൈക്രോ കൺട്രോളർ 8051ൻ്റെ ബേസിക് സർക്യൂട്ട് എന്ന് പറഞ്ഞ സാധനം നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് ഫങ്ഷൻ ചെയ്യുന്ന 8051 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റോമിനകത്തുള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം കമ്പോണൻസ് ഉണ്ടായിരിക്കണം, മിനിമം സർക്യൂട്ട് ഉണ്ടായിരിക്കണം. ആ മിനിമം സർക്യൂട്ട് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ 40th പിൻ എന്താണ്? നമ്മൾ VCC കൊടുത്തിരിക്കണം. ആൻഡ് 20th പിൻ എന്ത് ചെയ്തിരിക്കണം? ഗ്രൗണ്ട് കൊടുത്തിരിക്കണം. ഒരു VCCയും ഗ്രൗണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? 51 വർക്ക് ചെയ്യുള്ളൂ. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർക്യൂട്ട്, ക്രിസ്റ്റൽ ഓസിലേറ്ററാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. XTAL1 XTAL2 എന്ന് പറഞ്ഞ 2 പിൻസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? 12 MHz ഉള്ള ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ നമ്മൾ കണക്ട് ചെയ്യും. 12 MHz ഉള്ള ഒരു ക്രിസ്റ്റൽ കൊടുക്കും. ദെൻ ഒരു 30 PFൻ്റെ 2 എന്ത് ചെയ്യും? കപ്പാസിറ്റർ കൊടുക്കും. അതിൻ്റെ എൻഡിനകത്ത് നമ്മൾ അതെന്ത് ചെയ്യും? ഗ്രൗണ്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 12 MHz ഉള്ളൊരു ക്ലോക്ക് എവിടെ അവൈലബിൾ ആയിരിക്കും? ഇതിൻ്റെ ഇൻറ്റേർണലി അവൈലബിൾ ആയിരിക്കും. അപ്പം ആ 12 MHz ഉള്ള പൾസിൽ എന്ത് ചെയ്യും? ഈ 8051 വർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് ആക്ച്വലി അതിൻ്റെ ക്ലോക്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം ആദ്യം എന്തായിരിക്കണം? ഒരു ക്ലോക്ക് സർക്യൂട്ട് ഉണ്ടായിരിക്കണം. ക്ലോക്ക് സർക്യൂട്ട് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് സർക്യൂട്ട്. നെക്സ്റ്റ് വൺ ഈസ് റീസെറ്റ് സർക്യൂട്ട്. റീസെറ്റ് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതാണ് ആക്ച്വലി റീസെറ്റ് പിൻ എന്ന് പറഞ്ഞാൽ RST. ഈ RST പിന്നിനകത്ത് ഹൈ വന്നു കഴിഞ്ഞാൽ എന്തായി മാറും? റീസെറ്റ് ആയിട്ട് മാറും. അപ്പം ഇനീഷ്യലി അതെന്താവണം? റീസെറ്റ് ചെയ്യണം. ദെൻ ഇറ്റ് ബിക്കം ലോ ആയിരിക്കണം. ഇപ്പം നോർമൽ വർക്കിംഗ് ടൈമിൽ അതെന്തായിരിക്കണം? ലോ ആണ്. അത് ഹൈ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റീസെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ കണ്ടിന്യൂസ്ലി അത് ഹൈ ആയിട്ട് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കണ്ടിന്യൂസ്ലി റീസെറ്റിംഗ്. 8051 എന്ത് ചെയ്യും? കണ്ടിന്യൂസ്ലി റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അത് ഡിസൈറബിൾ അല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇനീഷ്യലി ഒരു റീസെറ്റ് പൾസ് കൊടുക്കും. ദെൻ പ്രോഗ്രാം കൗണ്ടറൊക്കെ എന്തായിട്ട് മാറും? 00 ആയിട്ട് മാറും. 00 മുതലുള്ള ഇൻസ്ട്രക്ഷൻസ് 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതിനുള്ളൊരു സർക്യൂട്ടിനാണ് നമ്മൾ എന്താ പറയുന്നത്? ക്ലോക്ക് സർക്യൂട്ട്. അപ്പോൾ സെക്കൻഡ് വൺ ഈസ് ക്ലോക്ക് സർക്യൂട്ട്. Second circuit is clock circuit.
ഇതിനകത്ത് ക്ലോക്ക് സർക്യൂട്ടാണ് ആയത്, ഈ ഒരു സർക്യൂട്ടിനാണ് നമ്മൾ ക്ലോക്ക് സർക്യൂട്ട് തന്നെ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇനീഷ്യലി ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, 10 mA കപ്പാസിറ്റർ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പവർ ഓൺ ചെയ്യുന്ന സമയത്ത് 5 വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, കപ്പാസിറ്റർ എന്ന് പറയുന്ന സാധനം ഹൈ ഫ്രീക്വൻസിന് എന്ത് ചെയ്യണം, പാസ് ചെയ്യുകയും ലോ ഫ്രീക്വൻസിന് എന്ത് ചെയ്യും, ബ്ലോക്കേജ് ചെയ്യും. ഇവിടെ DC ആണ്. ഇപ്പോൾ ഇനീഷ്യലി 0 ആയിരുന്നത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഹൈ ആക്കി മാറ്റുന്നു. അപ്പം സഡൻ ചേഞ്ച് ആയതുകൊണ്ട് ഹൈ ഫ്രീക്വൻസിയാണ്, അത് എങ്ങോട്ടേക്ക് പാസ് ചെയ്യും, ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യും. 5 വോൾട്ടേജ് എവിടെ എത്തും, റീസെറ്റ് പിന്നിലെത്തും. ആ സഡൻ 5 വോൾട്ടേജ് എന്ന് പറഞ്ഞ സാധനം എന്തായിട്ട് മാറും, ഇവിടെ റീസെറ്റ് സിഗ്നലായിട്ട് പ്രൊവൈഡ് ചെയ്യും. 8051 എന്ത് ചെയ്യും, റീസെറ്റ് ചെയ്യും. ഇനീഷ്യലി പ്രോഗ്രാം കൊണ്ട് 0 ആയിട്ട് മാറും. അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, ഈ കപ്പാസിറ്റർ നേരെ എന്ത് ചെയ്യും, ചാർജ് ചെയ്യാൻ തുടങ്ങും. ചാർജ് ചെയ്ത് ഗ്രൗണ്ടിലേക്കാണ് ചാർജ് ചെയ്യുന്നത്. ചാർജിങ് പാത്ത് ഇതാണ്. ചാർജ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഹൈ വോൾട്ടേജ് എന്ത് ചെയ്യും, പ്രോസസ് ചെയ്യും. സോ ഇവിടെ എന്തായിട്ട് മാറും, ഇവിടെ ഗ്രൗണ്ട്, ഇവിടെ 5 വോൾട്ടേജ് എന്നുള്ള രീതിയിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഇവിടെ നോർമലി എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അപ്പോൾ ഇനീഷ്യലി ഒരു ഹൈ വോൾട്ടേജ് കൊടുത്തിട്ട് ബാക്കി എല്ലാ ടൈമിലും അത് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. 0 ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും, റീസെറ്റ് ചെയ്യില്ല. ഇനി നമുക്ക് എപ്പോഴെങ്കിലും പ്രോഗ്രാമിൻ്റെ ടൈമിൽ റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ എന്ത് ചെയ്യണം, ബട്ടൺ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി. ഈ ബട്ടൺ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ 5 വോൾട്ടേജ് ഇതുവഴി സ്വിച്ച് വഴി നേരെ ഗ്രൗണ്ടിലേക്ക് പോകും. അപ്പം 5 വോൾട്ടേജ് ഈ റെസിസ്റ്ററിന് അക്രോസ് 8.K റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് എന്തുണ്ടാവും, ഒരു ഓൾമോസ്റ്റ് 5 വോൾട്ടേജ് ഉണ്ടാവും. അതവിടെ കിട്ടും. അത് റീസെറ്റ് പിന്നിൽ കിട്ടും. സിസ്റ്റം എന്ത് ചെയ്യും, എഗെയിൻ റീസെറ്റ് ആയിട്ട് മാറും. അപ്പോൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, 8051 എന്ത് ചെയ്യും, പ്രോഗ്രാം കൗണ്ടർ 0 ആകും. 000 മുതലുള്ള പ്രോഗ്രാം 1 by 1 ആയിട്ട് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. നമ്മൾ ഇനീഷ്യൽ പെർഫോം ചെയ്യേണ്ട ടാസ്ക് എന്താണോ അത് പെർഫോം ചെയ്യും. ഇനി ഈ ഇൻറ്റേർണൽ മെമ്മറി നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ട്, ഇൻറ്റേർണൽ മെമ്മറിയിലുള്ള വാല്യൂസ് നമുക്ക് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു എക്സ്റ്റേണൽ മെമ്മറി EA ബാർ എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കണം, ലോ ആയിരിക്കണം. എക്സ്റ്റേണൽ മെമ്മറി ആക്സസ് സർക്യൂട്ട് എക്സ്റ്റേണൽ മെമ്മറി സർക്യൂട്ട് എന്തായിരിക്കണം, 0 ആയിരിക്കണം. തേർഡ് കണ്ടീഷൻ ഇതാണ്. എക്സ്റ്റേണൽ മെമ്മറി തന്നെ പിന്നാണ് ആക്ച്വലി ഇവിടെ കാണിച്ചിരിക്കുന്നത്. EA ബാർ VPP ഇതാണ്. EA ബാർ ഇതാണ്. എക്സ്റ്റേണൽ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിട്ട് കൊടുക്കണം, 0 കൊടുത്തിരിക്കണം. ഇവിടെ നമ്മൾ ഫസ്റ്റിലത്തെ പിൻ കോൺഫിഗറേഷൻ എടുത്തു. EA ബാർ 31 EA ബാർ VPP ആണ്. അപ്പോൾ EA ബാർ എന്തായിട്ട് കണക്ട് ചെയ്യണം, 5 വോൾട്ടേജിനകത്ത് കണക്ട് ചെയ്യണം. EA ബാർ 5 വോൾട്ടേജിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മളെ റോമിനകത്തല്ല 4 kilobytes ഓഫ് ഇൻറ്റേർണൽ റോമിനകത്ത് നിന്ന് എന്ത് ചെയ്യും, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എക്സ്റ്റേണൽ മെമ്മറിയെ ആക്സസ് ചെയ്യാതെ ഇൻറ്റേർണൽ മെമ്മറിയെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ EA ബാർ ഷുഡ് ബി ഹൈ. അപ്പോൾ EA ബാർ ആണ് ആക്റ്റീവ് ലോ സിഗ്നലാണ്. അത് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മാറണം, അത് ലോ കൊടുത്തിരിക്കണം. അപ്പം ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്റ്റേണൽ ആക്സസ് ചെയ്യാനാണ്. എക്സ്റ്റേണൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോ കൊടുത്തിരിക്കണം. സോ ഇൻറ്റേർണൽ ആക്സസിന് നമ്മൾ അതെന്തായി കൊടുത്തിരിക്കണം, ഹൈ ആയിട്ട് കൊടുത്തിരിക്കണം. സോ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ, ഇത്രയും നമ്മൾ ഒരു ബ്രെഡ് ബോർഡിനകത്ത് വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ 4 kilobytes ഓഫ് ഇൻറ്റേർണൽ റോമിനകത്തുള്ള പ്രോഗ്രാം എന്താണോ ആ പ്രോഗ്രാം 1 by 1 ആയിട്ട് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. നമ്മൾ പെർഫോം ചെയ്യാൻ പറഞ്ഞ ടാസ്ക് എന്ത് ചെയ്യും, പെർഫോം ചെയ്യും. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു IC വയർ ചെയ്യുന്നതിന് മുമ്പേ ഇതിൻ്റെ ഇപ്രോമിനകത്ത് 4 kilobytes ഓഫ് മെമ്മറിക്കകത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, എന്ത് ടാസ്ക്കാണോ പെർഫോം ചെയ്യേണ്ടത് ആ ടാസ്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, സ്റ്റോർ ചെയ്തിരിക്കണം. ഇൻറ്റേർണൽ റോം ആണ്, റാം അല്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റൈറ്റ് ചെയ്യാൻ പറ്റില്ല. റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം, പ്രോഗ്രാമർ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ഉണ്ടായിരിക്കണം. ആ പ്രോഗ്രാം എന്ന് പറഞ്ഞ ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇത് 8051 പെർഫോം ചെയ്യേണ്ട ടാസ്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാം എന്താണോ ആ പ്രോഗ്രാം നമ്മൾ ഫോഴ്സ്ഫുള്ളി ഏതിനകത്തേക്ക് സ്റ്റോർ ചെയ്യും, 8051ൻ്റെ ഇൻറ്റേർണൽ റോമിനകത്തേക്ക് സ്റ്റോർ ചെയ്തിരിക്കും. അതിൽ നമ്മൾ പറയാം പ്രോഗ്രാം ബേൺ ചെയ്യുക എന്നാണ് പറയുക. അങ്ങനെ പ്രോഗ്രാം ബേൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഈ ഒരു 8051 എന്തായിട്ട് മാറും, ഒരു സ്റ്റാൻഡ് ലോൺ ഡിവൈസ് ആയിട്ട് മാറും. ഇതേപോലത്തെ ഒരു സർക്യൂട്ട് നമ്മൾ വയർ ചെയ്ത് ബ്രെഡ് ബോർഡിനകത്തേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു സ്റ്റാൻഡ് ലോൺ കൺട്രോളറായിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറായിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. നമ്മളെന്ത് സാധനമാണോ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ടാസ്ക് എന്ത് ചെയ്യും, സ്വന്തമായിട്ട് പെർഫോം ചെയ്യും. ഇതാണ് ആക്ച്വലി ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. So next we can consider the control pin PSEN and enable pin, external access pin. When external pin is used to access the external ROM to enable or disable the external ROM. External ROM-നെ enable ചെയ്യാനും disable ചെയ്യാനാണ് ആക്ച്വലി എന്ത് യൂസ് ചെയ്യുന്നത്, external access എന്ന് പറഞ്ഞാൽ പിൻ യൂസ് ചെയ്യുന്നത്. If EA bar is equal to 0, then we can access the external ROM. Otherwise, we cannot access external ROM. We should depend the internal ROM itself. Internal ROM നമുക്ക് 4K ആണ്. അപ്പം if you want to use more than 4K ROM, we have to fix an external ROM and enable pin should be low. ഇത് എന്തായിരിക്കണം, ലോ ആയിരിക്കണം. ഇത് ലോ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 64K ഉള്ള എനേബിൾ എക്സ്റ്റേണൽ മെമ്മറി റോമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇൻറ്റേർണൽ റോം മാത്രമാണ് നമുക്ക് ആക്സസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ EA ബാർ എന്തായി മാറും, ഹൈ ആക്കി വയ്ക്കും. ഇനി നമ്മൾ പ്രോഗ്രാം റീഡ് ചെയ്യുന്നതൊക്കെ എവിടെ നിന്നായിരിക്കും, ഈ ഇൻറ്റേർണൽ 4K റോമായിട്ടുള്ള ഈ ഇൻറ്റേർണൽ റോമിനകത്തുനിന്നായിരിക്കും. അതായത് എക്സ്റ്റേണൽ റോമാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ EA ബാർ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും, ലോ ആക്കി വയ്ക്കും. ഈ ഇൻറ്റേർണൽ റോം ലോ ആക്കി വയ്ക്കും. ലോ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇൻറ്റേർണൽ റോമിനെ നമുക്ക് എക്സ്റ്റേണൽ റോമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതാണ് എക്സ്റ്റേണൽ റോം. ഇനി നമ്മൾ റീഡ് ആൻഡ് റൈറ്റ് ചെയ്യുന്നതൊക്കെ എന്തിനകത്തായിരിക്കും, ഈ എക്സ്റ്റേണൽ റോമിനകത്തുനിന്നായിരിക്കും. എക്സ്റ്റേണൽ റോം നമുക്ക് 64K വരെ പോസിബിളാണ്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 അഡ്രസ് ലൈൻസ് ഉണ്ട്. സോ മാക്സിമം അപ് ടു 64K കിലോബൈറ്റ്സ് ഓഫ് മെമ്മറി നമുക്ക് 8051 എന്ത് ചെയ്യാൻ പറ്റും, അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് 64 കിലോബൈറ്റ്സ് ഓഫ് മെമ്മറി ആക്സസ് ചെയ്യുന്നത്, ആ സമയത്താണ് ആക്ച്വലി നമുക്ക് ഏതുകൂടെ പിന്നൂടെ വരുന്നത്, പ്രോഗ്രാം സ്റ്റോർ എനേബിൾ എന്ന് പറഞ്ഞാൽ PSEN എന്ന് പറഞ്ഞ പിന്നൂടെ വരുന്നത്. ഏതായിരുന്നു, PSEN പ്രോഗ്രാം സ്റ്റോർ എനേബിൾ. ഇറ്റ്സ് എ ആക്റ്റീവ് ലോ സിഗ്നൽ. അപ്പോൾ നമ്മൾ വി ഷുഡ് റൈറ്റ് PSEN ബാർ എന്ന് പറഞ്ഞിട്ട് വരണം. പ്രോഗ്രാം സ്റ്റോർ എനേബിൾ ആണ്, പ്രോഗ്രാം സ്റ്റോർ എനേബിൾ. ഈ പ്രോഗ്രാം സ്റ്റോർ എനേബിളും അതേപോലെ തന്നെ പ്രോഗ്രാം സ്റ്റോർ എനേബിൾ അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആക്സസ് ALE, ഈ 3 സിഗ്നൽ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇൻറ്റേർണൽ റോമിനെ ആണെന്നുണ്ടെങ്കിലും എക്സ്റ്റേണൽ റോമിനെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അഡ്രസ്സും ഡാറ്റയും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നതെങ്കിലും അത് കൺട്രോൾ ചെയ്യാനുള്ള സിഗ്നൽസാണ് PSEN, EA ആൻഡ് ALE എന്ന് പറയുക. ALE ആക്ച്വലി നമുക്ക് അഡ്രസ്സിനെയും ഡാറ്റേനെയും സെപ്പറേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറീനെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനാണ് ആക്ച്വലി ഇത് യൂസ് ചെയ്യുന്നത്. EA ബാർ എന്ന് പറഞ്ഞ സിഗ്നൽ യൂസ് ചെയ്യുന്നത്. PSEN എന്ന് പറഞ്ഞ സാധനം, this active low signal pin is used to help or used to write data to external ROM. external ROM-നകത്തേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിഗ്നലാണ് ആക്ച്വലി എന്ത്, PSEN ബാർ തന്നെ. ആക്ച്വലി അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സർക്യൂട്ട് നോക്കി നോക്കൂ. എക്സ്റ്റേണൽ റോം ഇതിനകത്ത് നമ്മൾ എല്ലാം കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ സർക്യൂട്ടും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ALE സിഗ്നലിനെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ ALE സിഗ്നൽ എന്ന് പറഞ്ഞ സാധനം നമ്മളിങ്ങനെ കണക്ട് ചെയ്യും ഇതിനകത്തേക്ക്, ALE സിഗ്നൽ. അപ്പം ഇതാണ് ലോവർ ഓർഡർ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇത് ലോവർ ഓർഡർ അഡ്രസ്സാണ്, ഇത് ഹയർ ഓർഡർ അഡ്രസ്സാണ്. ഇത് നമ്മളെ എക്സ്റ്റേണൽ റോമാണ്. ഈ എക്സ്റ്റേണൽ റോമിനെ നമുക്ക് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ റോമിനെ നമുക്ക്
എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 8051 നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം തന്നെ EA ബാർ തന്നെ പിന്നെ എന്താക്കി മാറ്റണം, ഗ്രൗണ്ട് ചെയ്യണം. EA ബാർ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 8051 എന്ന് പറഞ്ഞാൽ പിന്നെ 8051 എന്ന് പറഞ്ഞ മൈക്രോ കൺട്രോളർ എന്ത് ചെയ്യും, നമ്മൾ ഇനി പെർഫോം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ഇനി റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്കായിരിക്കും പെർഫോം ചെയ്യുന്നത്, ഈ 8051 എക്സ്റ്റേണൽ റോം ആയിട്ടുള്ള ഈ 64K 8K ഈ റോമിനകത്തായിരിക്കും പെർഫോം ചെയ്യുന്നത്. ഈ റോമിനെ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ, ഹയർ ഓർഡർ അഡ്രസ്സ് ഇവിടെയുണ്ട്, ലോവർ ഓർഡർ അഡ്രസ്സ് നമുക്കറിയാം, അത് മൾട്ടിപ്ലെക്സ്ഡ് ആണ്. അതിനകത്ത് തന്നെയാണ് നമ്മൾ ഡാറ്റയും അഡ്രസ്സും എന്ത് ചെയ്യുന്നത്, സെയിം ലൈനിലാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പം അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു ലാച്ച് വഴിയായിരിക്കും സെൻഡ് ചെയ്യുന്നത്. ഈ ലാച്ചിനെ എനേബിൾ ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് അഡ്രസ്സായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ ലാച്ചിനെ എനേബിൾ ചെയ്യാനുള്ള സിഗ്നലാണ് എന്ത്, ALE. അപ്പോൾ ALE 1 ആണെങ്കിൽ, ഇഫ് ALE ഈക്വൽ ടു 1, ഈ ലാച്ച് എന്തായിരിക്കും, എനേബിൾ ആയിരിക്കും. സോ ഇവിടെയുള്ള എല്ലാ സിഗ്നലും എവിടെ അവൈലബിൾ ആയിരിക്കും, ഇവിടെ അവൈലബിൾ ആയിരിക്കും. സോ ഈ 16 ലൈൻസ് മൊത്തം എന്തായിട്ട് കൺസിഡർ ചെയ്യും, അഡ്രസ് ലൈൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഈ ALE 0 ആണെങ്കിൽ, ഇവിടെ ഇത് 0 ആണെങ്കിൽ ഇതെന്ത് ചെയ്യായിരിക്കും, ഇത് ഡിസേബിൾഡ് ആയിരിക്കും. സോ ഈ പിന്നെ എങ്ങോട്ടേക്ക് അവൈലബിൾ ആയിരിക്കില്ല, ഇതിൻ്റെ ഔട്ട്പുട്ടിൽ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അത് എങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും, ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും. അതെന്തായിട്ട് കൺസിഡർ ചെയ്യും, ഡാറ്റയായിട്ട് കൺസിഡർ ചെയ്യും. ഇനി ALE എന്ന് പറഞ്ഞ സിഗ്നൽ, സോറി എക്സ്റ്റേണൽ ആക്സസ് എന്ന് പറഞ്ഞ സിഗ്നൽ ലോ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോഗ്രാം സ്റ്റോർ എനേബിൾ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായിട്ട് മാറും, ആക്റ്റീവ് ലോ ആയിട്ട് മാറും. ഇത് ആക്റ്റീവ് ലോ എന്ന് പറഞ്ഞ സിഗ്നൽ എന്തിനായിരിക്കും, എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഇത് ഔട്ട്പുട്ട് ബഫറിനെയും ചിപ്സ് എനേബിളിനെയുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പിന്നും എന്തായിരിക്കും, ആക്റ്റീവ് ആകും. അതുവരെ ആക്റ്റീവ് ആകാതിരുന്ന സിഗ്നൽ ഈ പ്രോഗ്രാം സ്റ്റോർ എനേബിൾ എന്ന് പറഞ്ഞാൽ പിന്നെ 0 ആകുന്നതോടുകൂടെ അതെന്തായി മാറും, എനേബിളായി മാറും. സോ ദി എക്സ്റ്റേണൽ റോം ഗെറ്റ് ആക്ടിവേറ്റഡ്. ഈ റോം എന്തായിരിക്കും, ആക്ടിവേറ്റ് ചെയ്യും. ഇനി റീഡ് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ എന്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പോസിബിൾ ആണ്. അഡ്രസ്സും ഡാറ്റയും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്, ALEൻ്റെ ഹെൽപ്പോട് കൂടെ അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂസ് നമ്മൾ എക്സ്റ്റേണൽ മെമ്മറിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നതും external memory values write ചെയ്യുന്നത്. So these are the 3 control lines, control pins available in 8051, that is ALE, EA bar and PSEN. EA means external access, external memory access, and PSEN means program store enable. ഈ 3 പിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്റ്റേണൽ മെമ്മറിയെ, എക്സ്റ്റേണൽ റോമിനെ എന്ത് ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നത്.